കുന്നത്തുനാട് മണ്ഡലത്തിൽ വൻ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ഗുരുതരമായ കുതിരക്കച്ചവട ആരോപണങ്ങളുമായി 2020 പാർട്ടി പ്രസിഡന്റ് സാബു എൻ ജേക്കബ്. പുതൃക്ക പഞ്ചായത്ത് പ്രസിഡന്റിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം 20 ലക്ഷം രൂപയുടെ വാഗ്ദാനം നൽകിയെന്നാണ് ഈ ഗുരുതരമായ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഓഡിയോ ക്ലിപ്പുകളും പാർട്ടി പുറത്തുവിട്ടു. പുതൃക്ക പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് അടർത്തി മാറ്റാൻ ഘട്ടം ഘട്ടമായുള്ള പദ്ധതിയാണ് കോൺഗ്രസ് തയ്യാറാക്കിയതെന്നാണ് 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് ആരോപിക്കുന്നത്. ആദ്യം 15 ലക്ഷം രൂപയ്ക്കാണ് ധാരണയായത്. ഇതിൽ 5 ലക്ഷം രൂപ പണമായും 7 ലക്ഷം രൂപയുടെ ബാങ്ക് ലോണും അതിന്റെ പലിശയും തിരിച്ചടയ്ക്കാമെന്നുമായിരുന്നു വാഗ്ദാനം. ഡീൽ വിവരം പുറത്തായതോടെ തുക 20 ലക്ഷമായി ഉയർത്തി നൽകാൻ കോൺഗ്രസ് സമ്മതിച്ചതായും സാബു എൻ ജേക്കബ് പറയുന്നു. മാർച്ച് മാസം 27-ാം തീയതി വൈകുന്നേരം 6:45 മണിക്ക് ഇന്ന് ഈ പൂത്തൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു എന്ന് പറയുന്ന പൂജ കോലഞ്ചേരി ജംഗ്ഷനിൽ വന്നു. സജീന്ദ്രൻ, മുൻ MLA സജീന്ദ്രന്റെ വെള്ള ഇന്നോവ കാറിൽ കയറുകയാണ്. ആ കാറിൽ CP ജോയ് DCC സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവര് ഈ കാറിൽ കയറി ഇവർക്ക് 5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തത്. അതുകൂടാതെ 7 ലക്ഷം രൂപയുടെ സഹകരണ ബാങ്കിൽ, പൂത്തൃക്ക സഹകരണ ബാങ്കിൽ അവർക്ക് 7 ലക്ഷം രൂപയുടെ ലോണും പലിശയും ഉണ്ടായിരുന്നു. അപ്പൊ ഡീല് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയും പലിശയും ഞങ്ങൾ അടച്ചു കൊള്ളാം, അതുകൂടാതെ ഈ രാജിവെക്കുന്നതിന് 5 ലക്ഷം രൂപ പ്രതിഫലമായിട്ട് തരാം. ഇത് ആസൂത്രണം ചെയ്തത് ഈ പറയുന്ന ബാങ്കിന്റെ പ്രസിഡന്റ്. അവർ നോട്ടീസ് കൊടുത്തു, ഇത് അടയ്ക്കാൻ പറഞ്ഞു. അനീപൻ കുന്നത്ത്, അതുപോലെ പൂത്തൃക്ക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കപ്പളശ്ശേരി, ഇവർ രണ്ടുപേരുമാണ് ഇതുമായിട്ട് ചർച്ച നടത്തി ഈ ഡീൽ ഉറപ്പിക്കാനായിട്ട് നോക്കിയത്. കുന്നത്തുനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VP സജീന്ദ്രന്റെ വെളുത്ത ഇന്നോവ കാറിലും തുടർന്ന് കോലഞ്ചേരിയിലെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലും വെച്ചായിരുന്നു രഹസ്യ ചർച്ചകൾ നടന്നത്. മാർച്ച് 27-ന് VP സജീന്ദ്രന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പുതൃക്ക സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നിവരും പങ്കെടുത്തതായി ആരോപണമുണ്ട്. കുന്നത്തുനാട്ടിൽ NDAയുടെ മുന്നേറ്റം കണ്ട് ഭയന്ന കോൺഗ്രസ് പണമൊഴുക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും സാബു എൻ ജേക്കബ് ആരോപിച്ചു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പുറത്തുവന്ന അഴിമതി ആരോപണം കുന്നത്തുനാട്ടിലെ പോരാട്ടത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നതിനെക്കുറിച്ചും പാർട്ടി ആലോചിക്കുന്നുണ്ട്. ജനം, കൊച്ചി.